പരിഹാസകനെ കുറ്റപ്പെടുത്തരുതും, അവൻ നിന്നെ വെറുക്കും. വിവേകിയെ കുറ്റപ്പെടുത്തുക, അവൻ നിന്നെ സ്നേഹിക്കും. നമ്മൾ പറയണ കാര്യങ്ങളുണ്ടല്ലോ, ആളെ കണ്ടറിഞ്ഞ് പറയണം. അവരെ മനസ്സിലാക്കി പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരുപോലെ വായിട്ടടിക്കരുത്. ഇപ്പൊ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണേലും തിരുത്തി സംസാരിക്കുന്നതാണേലും ആളെ കണ്ടറിഞ്ഞ് പറഞ്ഞാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ. ഇപ്പൊ ഇത് വചനത്തിൽ പറഞ്ഞ പോലെ ഒരു പരിഹാസകനായ, എല്ലാവരെയും കളിയാക്കിയും പുച്ഛിച്ച് നടക്കണവൻ്റെ അടുത്ത് പോയി നീ എത്ര മാന്യമായിട്ട് അവന്റെ കുറവിനെ കുറിച്ച് സംസാരിച്ചാലും അവൻ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ, അവൻ നിന്നെ വെറുക്കത്തേ ഉള്ളൂ. പക്ഷെ അതേസമയം വിവേകിയായൊരു മനുഷ്യന്റെ അടുത്ത് നീ ചിലപ്പോൾ അത്ര സുഖകരമായിട്ടായിരിക്കില്ല അയാളുടെ കുറ്റം നീ പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷേ അയാളത് മനസ്സിലാക്കും, അയാൾ നിന്നെ സ്നേഹിക്കുകയും ചെയ്യും. ഈ വചനത്തിന്റെ വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടാ. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം ഞാനത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഞാൻ ആ പരിഹാസകന്റെ കാറ്റഗറിയിൽ പെടുകയാണ്. ഞാനത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ വിവേകിയായ ഒരു മനുഷ്യന്റെ കാറ്റഗറിയിൽ ഞാൻ പെടുകയാണ്. അതും കൂടെ തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.